നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ് അല്ല. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ഹോട്ട് ടോപ്പിക്സ് വീഡിയോ ചെയ്ത കൂട്ടത്തിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ചൊന്ന് സംസാരിച്ചായിരുന്നു. അപ്പൊ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്നും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് വേർഷനിലേക്ക് ഒന്ന് പറയാമോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് എന്റെ പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ നീട്ടി വെച്ച് ലാസ്റ്റ് നമ്മുടെ ആദ്യം പറഞ്ഞ ഒരു റൂൾ ഉണ്ടല്ലോ, 5 4 3 2 1 പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഒരു പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാനും ഇപ്പൊ പ്രൊക്രാസ്റ്റിനേഷന്റെ ഒരു ആള് തന്നെയാണ്, എല്ലാ മനുഷ്യരെ പോലെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്ത ഒരു വീഡിയോ ആണ്. മാക്സിമം പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുള്ളതായിരിക്കും, പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സയൻസും അതുപോലെ ബാക്കി ട്രിക്സുകളും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ, സെൽഫ് റെഗുലേഷൻ, സെൽഫ് കൺട്രോള്, മൈൻഡ്ഫുൾനെസ്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ചാനൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ലെവലുകാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും തോറ്റവരായിരിക്കാം. ഇപ്പൊ ഓരോ എക്സാംസിനും, പല ഡിഗ്രി ലെവൽ എക്സാംസും പാസ് ആവാതെ അല്ലെങ്കിൽ മെയിൻസിന്റെ ലിസ്റ്റിൽ ബാക്കി കിടക്കോ, അല്ലെങ്കിൽ പ്രിലിംസ് പാസ്സായി മെയിൻസ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഇക്കൂട്ടത്തിൽ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവരെ മാത്രമല്ല, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ പാർട്ടില് തോറ്റവരാണ് നമ്മൾ എല്ലാവരും. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്, ഇതൊന്നും നമ്മൾ പേഴ്സണലി എടുക്കാതിരിക്കുക. ഒന്നാമത്തെ ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വലിയ വലിയ സൈക്കോളജിസ്റ്റുകളും വലിയ വലിയ സന്യാസിമാരൊക്കെ നമ്മളൊക്കെ കൊണ്ട് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, ഒന്നും പേഴ്സണലി എടുക്കാതിരിക്കുക. തോൽവി എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത ഒരു പ്ലാൻ ആണ് അവിടെ തോറ്റുപോയത്. ആ പ്ലാൻ അങ്ങ് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇനിയും ജയിക്കാൻ അവസരങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമുക്ക് ചുറ്റും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ടായിരിക്കും. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ, അല്ലെ 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ 24 മണിക്കൂറിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അവർ സെറ്റ് ചെയ്യുന്ന പ്ലാൻ, അവർക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 1 വർഷത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ ഡ്രീം കാണുന്ന ഒരു വ്യക്തിയുമാണ് അവര്. പക്ഷെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു കൊച്ചു കുട്ടിയുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം, സ്വന്തം കാര്യങ്ങൾ നോക്കണം, ഇതിന് ശേഷമേ പഠിക്കാൻ സമയമുള്ളൂ. മാക്സിമം ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും കിട്ടുന്നത്. പക്ഷെ ആള് സെറ്റ് ചെയ്യുന്ന പ്ലാൻ 6 മണിക്കൂർ പഠിക്കാമെന്നാണ്. അവിടെ അവരുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് അവരുടെ സിറ്റുവേഷന് അഡാപ്റ്റ് ആവുന്നതല്ല, അല്ലേ? നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആവുമ്പോൾ അവിടെ ഫ്രസ്ട്രേഷൻ രൂപപ്പെടുന്നു, പ്രൊക്രാസ്റ്റിനേഷൻ രൂപപ്പെടുന്നു, കുറെയൊക്കെ മാറ്റി വെക്കുന്നു. കുറെ ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്കിത് പറ്റുന്ന പണിയല്ല എന്ന് തോന്നിയിട്ട് ക്വിറ്റ് ചെയ്ത്, ജീവിതത്തിൽ എനിക്കിനി ഒരിക്കലും പരീക്ഷ എഴുതാൻ പറ്റില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് അടുക്കളയിലേക്ക് ഒതുങ്ങി കൂടുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് കുട്ടിയൊക്കെ വളർന്നു കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിക്കും നമ്മൾ തോൽവി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രശ്നമല്ല, ആള് സെറ്റ് ചെയ്ത പ്ലാന്റെ പ്രശ്നമാണ്. സോ നിങ്ങളൊരു പ്ലാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല എനിക്ക്, എന്റെ സിറ്റുവേഷൻ ആയിരിക്കില്ല എന്റെ അയലത്തുള്ള ഒരാൾക്ക്. സോ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. സോ അഡാപ്റ്റ് ടു യുവർ ഓൺ സിറ്റുവേഷൻ ആൻഡ് വാട്ട് യു ആർ ഡീലിംഗ് വിത്ത്. ഒരിക്കലും തോൽവി എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, മടിയല്ല പ്രൊക്രാസ്റ്റിനേഷൻ. ആണോ? മടിയല്ല. മടി പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഈ ഒരു ടാസ്ക് ചെയ്യാനേ പോകുന്നില്ല. മടിയന്മാർ ഒരിക്കലും ഒരു കാര്യവും ചെയ്യില്ല. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇവർ കാര്യം ചെയ്യും, പക്ഷെ ഓൺ ടൈമിൽ ചെയ്യില്ല. കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് അവസാന നിമിഷം ഹറി ബറിയായിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്തങ്ങ് തീർക്കും. അതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പൊ പ്രൊക്രാസ്റ്റിനേഷൻ ഒരു സെൽഫ് റെഗുലേഷൻ ഫെയിലിയർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന് പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. നമ്മുടെ ബ്രെയിനകത്ത് പല പല പാർട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ബയോളജി ക്ലാസ് അല്ല, എങ്കിലും ഇതിന്റെ ബേസിക് ആയിട്ട് അറിയാതെ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ടെക്നിക്സ് മാക്സിമം ലോങ് ലാസ്റ്റ് ചെയ്ത് നീട്ടിക്കൊണ്ട് പോകാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ പല റീജിയൻസ് ഉണ്ട്. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ പ്ലഷർ സീക്കിംഗ് ബ്രെയിൻ ആണ്. അതായത് നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, അല്ലയോ? എപ്പോഴും നമുക്ക് സന്തോഷം, ആർക്കെങ്കിലും ദുഃഖം വേണമെന്ന് ആഗ്രഹമുണ്ടോ? എപ്പോഴും നമ്മൾ സന്തോഷിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിന് എപ്പോഴും എന്താണ് ഇഷ്ടം? പ്ലഷർ ആണ് ഇഷ്ടം, അല്ലയോ? ബ്രെയിനിന്റെ ഓൾഡസ്റ്റ് പാർട്ട് എന്നൊക്കെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ നമ്മള് എപ്പോഴും ബ്രെയിന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ആവശ്യം.
അല്ലേ? എങ്ങനെയെങ്കിലും ഡിസ്കംഫർട്ട് അവോയ്ഡ് ചെയ്യുക, പെട്ടെന്നുള്ള ഒരു സന്തോഷം, ഇതാണ് ബ്രെയിൻ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനുള്ള ബുക്കിലോട്ട് നോക്കി ഇപ്പുറത്ത് ഫോൺ ഇരിക്കുന്നിടത്തോട്ട് നോക്കിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ബ്രെയിൻ നമുക്ക് കാണിച്ചു തരുന്നത് ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എവിടുന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഫോണിൽ നിന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ കയറി റീൽസ് കാണുമോ, യൂട്യൂബിൽ കയറി എന്തെങ്കിലും കാണുമോ, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കയറി പുതിയൊരു സിനിമ കാണുമോ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഒരിക്കലും ഇച്ചിരി കട്ടിയായിട്ടുള്ള പുസ്തകം വായിച്ച് കാണാതെ പഠിക്കുന്നതിനകത്ത് നമുക്ക് കിട്ടില്ല. സോ ലിംബിക് സിസ്റ്റം എപ്പോഴും നമ്മളോട് പറയുന്നത് പ്ലഷർ വേണം എനിക്ക്, അല്ലെ? എനിക്കൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം, പെട്ടെന്ന് കിട്ടണം, പെട്ടെന്നുള്ള സന്തോഷം, ഡിസ്കംഫോർട്ട് അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ആള്. രണ്ടാമത്തത് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പം നമുക്കറിയാം ബയോളജിയിലെല്ലാം നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ ചെയ്യുന്ന ബ്രെയിനകത്ത് പ്ലാനിങ്, സെൽഫ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഒരു ഏരിയയാണ്. അപ്പൊ ലിംബിക് സിസ്റ്റത്തിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മളെ എൻഗേജ്ഡ് ആക്കി നിർത്തുക എന്നുള്ള ഒരു ജോലി ആർക്കാ? നമ്മുടെ ഈ ഒരു പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിനാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളിപ്പം റെഗുലർ ആയിട്ട് കേട്ടോണ്ടിരിക്കുമായിരിക്കും. നിങ്ങളിപ്പം ഈ കഞ്ചാവും മയക്കുമരുന്നിന്റെ ഒക്കെ ന്യൂസ് വരുന്ന സമയത്തൊക്കെ സൈക്കോളജിസ്റ്റുകളൊക്കെ വന്ന് പറയുന്ന ഒരു പേരാണ് ഡോപ്പമിൻ. അതുകൊണ്ട് കുട്ടികളുടെ കാർട്ടൂൺ കാഴ്ചയ്ക്കകത്തൊക്കെ നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതായിരിക്കും ഡോപ്പമിൻ. അപ്പം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്, ഒരു നമ്മുടെ ബ്രെയിനകത്തുള്ള ഒരു കെമിക്കലാണ്. അപ്പൊ ഡോപ്പമിൻ ഈസ് ദ റിവാർഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്ഡ് വെൻ വി ഡു സംതിങ് എൻജോയബിൾ. നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഈ ഡോപ്പമിൻ കൂടുന്നത്, അല്ലയോ? അങ്ങനല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളേ? നമ്മൾ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ്, ഒരു വീഡിയോ ഗെയിം, ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമുക്ക് സന്തോഷം കിട്ടാറുണ്ടോ? ഈ സന്തോഷം കിട്ടുന്നത് ഈ ഡോപ്പമിന്റെ റിലീസ് കൂടുന്നത് കൊണ്ടാണ്. നമ്മുടെ ബ്രെയിനകത്ത് ഡോപ്പമിൻ കൂടുമ്പം എന്ത് സംഭവിക്കും? നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, സന്തോഷമാണ്. പുതിയ സിനിമ കാണുന്നു, സന്തോഷമാണ്. പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്നു, സന്തോഷമാണ്. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നു, നമുക്ക് സന്തോഷമാണ്. അപ്പോഴൊക്കെ ഡോപ്പമിൻ ഇങ്ങനെ പെട്ടെന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും? നമ്മുടെ ബ്രെയിനകത്ത് ഒരു പ്ലഷർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ ഡോപ്പമിൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നമുക്കൊരു ടാസ്ക് ഉണ്ടാവുന്നു. ആ ടാസ്ക് പഠനം എന്ന് പറയുന്ന ടാസ്ക് കേൾക്കുമ്പോൾ തന്നെ അയ്യോ പാടാണ്, ഇത്രയൊക്കെ പഠിക്കാൻ കിടക്കുന്നു, സിലബസ് വളരെ വാസ്റ്റ് ആണ്. അതുമല്ല, ആദ്യത്തെ പ്രിലിംസ് ഉണ്ട്, പിന്നെ മെയിൻസ് ഉണ്ട്, പിന്നെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുത്തില്ല, അയ്യോ ഇതൊക്കെ പാടുപിടിച്ച പരിപാടിയാണ്, കുറെ നാളത്തേക്ക് എല്ലാം കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഫീൽ ഹാർഡ്, ദെൻ ഡിസ്ട്രാക്ഷൻ ആണ്. ദെൻ അടുത്തത് ഇനിയിപ്പൊ പിന്നാട്ടെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊന്ന് എൻഗേജ് ചെയ്ത് അങ്ങോട്ടൊന്ന് പോകാം. ദെൻ ഡിസ്ട്രാക്ഷൻ വന്നു, ഡോപ്പമിൻ അവിടെ ഇൻജെക്ട് ആയി, അല്ലെ? ഡോപ്പമിൻ കൂടി, പിന്നെയും ഇത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ബ്രെയിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്. ഓക്കെ, അപ്പം ഇതൊന്നും പറയാതെ മറ്റൊരിടത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇനി നമുക്ക് നോക്കാം ഹൗ ടു ബീറ്റ് പ്രോക്രാസ്റ്റിനേഷൻ. എങ്ങനെ നമുക്ക് ഈ ഒരു നീട്ടിവയ്പ്പിനെ മാറ്റിവെക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ 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 ഇപ്പൊ ഞാൻ എടുത്ത ടെക്നിക്കില്ലേ 5 4 3 2 1, ഇത് സത്യമായിട്ടും എടുത്ത ടെക്നിക്കാണ് കേട്ടോ. കുറെ ദിവസമായിട്ട് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ നമുക്ക് ഒന്ന് പ്രൊക്രാസ്റ്റിനേഷനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിംബിക് സിസ്റ്റം പ്ലഷർ നോക്കിയിരിക്കുക, എനിക്ക് അപ്പുറത്ത് പോയി സിനിമ കാണുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ലിംബിക് സിസ്റ്റം ഹാപ്പിയായി, നമ്മുടെ ബ്രെയിൻ ഹാപ്പിയായി. പക്ഷേ ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ 5 4 3 2 1 ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഓക്കെ, കൗണ്ട് ഡൗൺ 5 4 3 2 1 and immediately start the task before your brain talk you out of it. നിങ്ങളുടെ ബ്രെയിൻ പറയാണ് ഇതിപ്പോ വേണ്ട, ഇതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ആലോചിക്കാം, ഇപ്പൊ ഞാൻ ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ ഇതെല്ലാം കൂടെ കേട്ട് അങ്ങ് വലിയ ആൾക്കാരാവാൻ പോകുന്നു, അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് അങ്ങനെ ചിന്തിക്കും. ഇതൊന്നും ആലോചിക്കാനുള്ള ഒരു സമയം കൊടുക്കാതെ ഇതെനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് 5 4 3 2 1 പറഞ്ഞു, ലാപ്പ് സ്റ്റാർട്ട് ചെയ്തു, കണ്ടന്റ് റെഡി ആക്കുകയാണെങ്കിൽ ഓക്കെ, പ്രൊക്രാസ്റ്റിനേഷൻ മാറി, അല്ലെ? അപ്പം ഇവിടെ എന്താ നടക്കുന്നത്? നെഗറ്റീവ് തോട്ട് പാറ്റേൺ വരുന്നതിനെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ടാസ്ക് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് പഠിക്കാൻ ഇരിക്കണമെങ്കിൽ നിങ്ങൾ പിന്നത്തേക്ക് എന്നുള്ള ഒരു ചിന്ത കൊണ്ടുവരരുത്. ആ പഠനം എന്ന് പറയുന്ന സമയത്ത് തന്നെ ബുക്ക് എടുക്കുക. 5 4 3 2 1 പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ബുക്ക് എടുത്ത് അങ്ങ് ഇരിക്കുക. ഇരുന്ന് കിട്ടിയാൽ പകുതി കഴിഞ്ഞു. ദെൻ നോക്കുക,
2 minutes റൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കറിയാം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് an object in motion stays in motion, അല്ലെ? പോകുന്ന ഒരു ഒഴുക്കുണ്ടെങ്കിൽ ആ ഒഴുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒഴുകി കിട്ടാനാണ് പ്രയാസം ആണല്ലോ. നമ്മളിപ്പോ ഈ ഒരു ടാസ്ക് പാടാണ്, ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് നീണ്ടുപോകും. പക്ഷേ ഞാൻ എന്താ പറയണ്ടേ, 2 മിനിറ്റത്തേക്ക് ഞാൻ ഇരുന്ന് നോക്കാം, അല്ലെ? സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് 2 minutes. ഐ വിൽ റൈറ്റ് ഫോർ 2 minutes. ഞാൻ 2 മിനിറ്റ് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആരോടാ? നമ്മളോട് തന്നെ. അപ്പൊ ഇറ്റ് ട്രിക്സ് ദ ബ്രെയിൻ ഇൻ ടു സ്റ്റാർട്ടിങ് വിച്ച് റെഡ്യൂസ് റെസിസ്റ്റൻസ്. അപ്പൊ ഞാനൊരു 2 മണിക്കൂർ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ ബ്രെയിനോട് പറയുന്നത് ഈ 2 മണിക്കൂർ ഞാൻ പഠിക്കാൻ പോവാണെന്ന്. ബ്രെയിൻ അത് ഇഷ്ടമാവത്തില്ല. എന്താണെന്ന് കുറച്ചു മുമ്പ് നമ്മൾ റീസൺ പറഞ്ഞു. നമ്മുടെ തലച്ചോറിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിപ്പോ അങ്ങ് എണീറ്റ് പോകും. അപ്പൊ ബ്രെയിന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഇരുന്ന് കഴിഞ്ഞു ആണല്ലോ. ഇരുന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നീണ്ടു പോയിക്കോളും. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോപ്പമിൻ. യൂസ് ഡോപ്പമിൻ ഫോർ പ്രൊഡക്ടിവിറ്റി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പ്ലഷർ ഉണ്ടാവുകയാണെങ്കിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം എന്താണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്ലഷറാണ് ആണല്ലോ. നമുക്ക് ഡോപ്പമിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ കഴിയണം. എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റും? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ടാസ്കുകൾ ഉണ്ടായിരിക്കും. ആ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ നമുക്ക് തന്നെ ഓരോ റിവാർഡ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇത് കഴിയുമ്പോൾ എനിക്കൊരു ചോക്ലേറ്റ് ഉണ്ട്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ചോക്ലേറ്റ് തിന്നു, ഞാൻ ഹാപ്പി ആയി. സോ ഡോപ്പമിൻ അവിടെ ഇഞ്ചക്ട് ആയി, ക്രിയേറ്റഡ് ആയി. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഓരോ മിനി ടാസ്കുകളും തീരുന്നതിനനുസരിച്ച് കുഞ്ഞു 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 റിവാർഡ്സ് കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, പേരെ ഫൺ ആക്ടിവിറ്റി വർത്ത് വർക്ക്. നമ്മളിപ്പം ചിലർക്കാണെങ്കിൽ ചെറിയ പാട്ട് കേട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ തൂത്ത് തുടച്ച് ഇടണം വീടൊക്കെ. അപ്പൊ ഒറ്റയ്ക്ക് തൂത്ത് തുടച്ചിരുന്ന കാര്യം ആലോചിക്കുമ്പോൾ അയ്യോ ഇന്ന് എനിക്ക് വയ്യ, നാളെ ആട്ടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ, പാട്ട് ഇഷ്ടമാണെങ്കിൽ പാട്ടൊക്കെ ഓൺ ചെയ്ത് ഒരു മൂഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോലി അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ജോലി തീരും, അല്ലെ? അപ്പം ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് എന്ന് പറയുന്ന ടെക്നിക് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാനിപ്പോ പറഞ്ഞില്ലേ, ചെറിയ 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 ടാസ്കുകൾ, ഗോളുകൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോപ്പമിൻ ഇഞ്ചക്ട് ആവും, കൂടും, ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും. ആ സ്മോൾ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാണ് ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രോഗ്രസ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ പിന്നെയും 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 നമ്മൾ അത് ചെയ്യാനായിട്ട് തയ്യാറാകും. കാരണം ഡോപ്പമിന്റെ എഫക്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ചെറിയ ടാസ്കുകളായിട്ട് തിരിക്കുക. ചെറിയ ടാസ്കുകളായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഓരോ വട്ടവും നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ബ്രേക്ക് ഡൗൺ ബിഗ് ടാസ്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടാസ്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കുക. സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ പറയേണ്ടത് ഒരു ബുക്ക് മൊത്തം എഴുതണമെന്നല്ല പറയേണ്ടത്, ഒരു 1 സെന്റൻസ് ഞാൻ എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. ഇതെല്ലാം നമ്മൾ ബ്രെയിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ബ്രെയിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ബ്രെയിനെ പറ്റിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പറയില്ലേ, മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, ഇപ്പൊ അങ്ങ് ചെയ്തേക്കാവുന്നു. പക്ഷെ ആ മോട്ടിവേഷൻ ഒരു എക്സ്ട്രിൻസിക് ആയിട്ട് നിൽക്കുന്ന ഫാക്ടറാണ് പുറത്തു നിന്നുള്ളത്. ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഹൈ ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുപോലെ പ്രൊക്രാസ്റ്റിനേഷനെയൊക്കെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ടൈം ബ്ലോക്കിംഗ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോ പറയാണ്, എനിക്ക് ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ വീഡിയോ തീർക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ജോലി തീർക്കണം, മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് തീർക്കണം എന്ന് പറയുന്നതും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് തീർത്താൽ മതി എന്ന് ഞാൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം എന്താ, അരമണിക്കൂറിനുള്ളിൽ തീർക്കണം എന്ന് നമ്മളൊരു സ്ട്രിക്റ്റ് ടൈം ലിമിറ്റ് അവിടെ കൊടുക്കുവാണെങ്കിൽ ബ്രെയിൻ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അർജൻസിയോട് കൂടിയിട്ടായിരിക്കും. എന്നാൽ ഞാൻ അവിടെ നാളെ ആയാലും മതി എന്നുള്ളൊരു സെക്ഷൻ കൊടുക്കുവാണെങ്കിൽ ബ്രെയിൻ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം നാളെ ആട്ടെ, കുറച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എണ്ണീക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും കൂടുതലായിട്ട് അവിടെ വരുന്നത്. സോ നമ്മൾ ടൈമിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട്, ഈ ടോപ്പിക്ക് പഠിക്കാൻ എനിക്ക് ഇത്രയും സമയം, അത് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഇനി ട്രെയിൻ യുവർ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അവസാനം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനിരുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ഒരു പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു മസിലാണ്. നമ്മൾ എത്രത്തോളം ട്രെയിൻ ചെയ്തെടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മെഡിറ്റേഷന്, എക്സസൈസും അതുപോലെ തന്നെ ഗുഡ് സ്ലീപ്പ്. ഓക്കെ, മെഡിറ്റേഷൻ, എക്സസൈസ്, ഗുഡ് സ്ലീപ്പ്. ഇത്
എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും നിങ്ങൾ കേൾക്കുന്നതാണ്. അപ്പൊ ഇത് ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോ പഠിച്ചതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ റീസൺസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂറോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ മെഡിറ്റേഷൻ, എക്സസൈസ്, ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ നീക്കാൻ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. അത് നിങ്ങൾ പാലിച്ചേ പറ്റൂ. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ 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 ഇമ്പോർട്ടൻറ്റ്, റീപ്ലേസ് നെഗറ്റീവ് വിത്ത് ന്യൂട്രൽ ഓർ പോസിറ്റീവ്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ എന്തിനു കൊള്ളാം, എനിക്ക് പറ്റുന്ന മേഖലയല്ല ഇത്, ഞാൻ പോയാലും വലിയ കാര്യമില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സിനെ മാറ്റി ഒന്നുകിൽ നിങ്ങൾ അത് ന്യൂട്രൽ ആക്കി പതുക്കെ അതിനെ പോസിറ്റീവ് ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് സെൽഫ് ടോക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഉള്ള മൊമെന്റിൽ, നേരത്തെ തോറ്റുപോയി മുന്നോട്ട് പോയാൽ തോക്കും, ഇതൊന്നും അല്ലാതെ ഫോക്കസ് ഓൺ ദ പ്രസന്റ് മൊമെന്റ്. മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പോസിറ്റീവ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഏറ്റവും കൂടുതൽ അവർ പറയുന്നതും പ്രസന്റ് മൊമെന്റിനെ ഫോക്കസ് ചെയ്യാനാണ്. അതായത് ബ്രിങ് യുവർ അറ്റൻഷൻ ടു യുവർ ബ്രെത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ സെൻസേഷൻ വെൻ യു ഫീൽ ഡിസ്ട്രാക്റ്റഡ്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സമയത്ത് നമ്മളൊന്ന് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളുടെ നമ്മുടെ ആ ഒരു ബ്രീത്തിങ് പാറ്റേൺ, ബ്രീത്തിനെ ശ്രദ്ധിക്കുക. നമ്മുടെ ഫിസിക്കൽ സെൻസേഷൻ, നിങ്ങൾ കേൾക്കുന്ന കാര്യം, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, ആ ഡിസ്ട്രാക്ഷൻ മാറ്റാനായിട്ട്. അതുപോലെ ഇവിടെ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്സ് 5 4 3 2 1 ഗ്രൗണ്ടിങ് ഉണ്ട്. അവിടെ പറയുന്നത് 5 4 3 2 1. ഓരോ സമയത്തും നിങ്ങൾ എന്താണ് ആലോചിക്കുക, അതായത് 5 തിങ്സ് യൂസ് ചെയ്യും. ആദ്യം നമ്മൾ ചുറ്റും കാണുന്ന 5 കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു. 4 കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്ന 4 കാര്യങ്ങൾ, ഈ സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന 4 കാര്യങ്ങൾ, 3 കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നത്, ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു 5 4 3 2 1 ആ സമയത്തിനുള്ളിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ദെൻ പ്രാക്ടീസ് നോൺ ജഡ്ജ്മെന്റൽ അവയർനെസ്. ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മളിപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, എനിക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിച്ചാൽ ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത്? നോൺ ജഡ്ജ്മെന്റൽ അവയർനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ചെയ്തത് പലപ്പോഴും പലരും ചെയ്യുന്നത് എന്താണെന്നറിയോ? പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ആ സമയം തൊട്ട് പോയിരുന്ന് സിനിമ കാണും. ആ സിനിമ കാണുന്നതിന്റെ ത്രൂ ഔട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അയ്യോ ഞാനിപ്പോൾ പഠിക്കേണ്ടതായിരുന്നു, എനിക്ക് ഇത്രയും ദിവസം കൂടെ ഉള്ളന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സിനിമ കാണുക, എന്തൊരു കഷ്ടമാ. സിനിമ തീരുന്നിടം വരെ ഇത് ചിന്തിച്ചു. സിനിമ തീർന്നു കഴിഞ്ഞാലും കിടന്നുറങ്ങാൻ പോയാലും പിറ്റേന്ന് എണ്ണീറ്റാലും ഇന്നലെ പോയ സമയത്തിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പ്രാക്ടീസ് നോൺ ജഡ്ജ്മെന്റൽ അവയർനെസ്. ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒന്നെങ്കിൽ ചെയ്തത് ചെയ്തു, അവിടെ വിട്ടേക്കാം, ഇനി അടുത്ത കാര്യത്തിനെ പറ്റി ചിന്തിച്ചാൽ മതി. ദെൻ എൻകറേജ് യുവർ സെൽഫ് ലൈക്ക് എ ഫ്രണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഫ്രണ്ട്സിനെ ഒന്നും എടുക്കണ്ട, നമ്മൾ നമ്മളെ തന്നെ ഫ്രണ്ടായിട്ട് കണ്ട് നമ്മളോട് തന്നെ സംസാരിക്കുക. സെൽഫ് ടോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആക്ഷൻ പ്ലാൻ ആണ് ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് പ്ലസ് സെൽഫ് ടോക്ക്. എങ്ങനെയാണ്? പോസ് ചെയ്യുക. അതായത് എപ്പോഴാണോ നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതെന്ന് തോന്നുന്നത്, ആ ഫീലിനെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വേണ്ട ഇപ്പൊ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പോവാണല്ലോ എന്നാണ് ആദ്യം ചിന്തിക്കണം. ഞാൻ വേണ്ട മാറ്റി വെക്കാൻ പോകുന്നു. ദെൻ പെട്ടെന്ന് തന്നെ ബ്രീത്ത് എടുക്കുക. 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഫോക്കസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ റീഫ്രെയിം ചെയ്യുക. നമ്മുടെ നെഗറ്റീവ് തോട്ടിനെ ഹെൽപ്ഫുൾ ആയിട്ട് മാറ്റുക. എനിക്കിപ്പോൾ വരുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണ്, അതിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ ഹെൽപ്ഫുൾ ആക്കി മാറ്റാനായിട്ട് ട്രൈ ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് നടക്കും. ആ 2 മിനിറ്റിലത്തേക്ക് ഞാൻ ഇരിക്കാൻ പോകുന്നു, 2 മിനിറ്റ് ഇരുന്നു. ആ 2 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് 20 ഫാക്ട്സ് നമ്മൾ പഠിച്ചു. ദെൻ സെലിബ്രേറ്റ്. പ്രോഗ്രസിനെ അക്നോളജ് ചെയ്യാൻ, ഞാൻ ഇത്രയും നേരം പഠിച്ച് എനിക്ക് പെർഫെക്ഷൻ അല്ല, പക്ഷെ ഞാൻ പഠിച്ചു എന്ന് തിരിച്ചറിയുന്നു. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നു. ഒന്ന് എണീറ്റ് നടന്നു, ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു, ഒരു പാട്ട് കേട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചു. ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പ്രൊക്രാസ്റ്റിനേഷനെ മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും മാറ്റി വെച്ച് ഈ 5 4 3 2 1 ആ ഒരു ടെക്നിക്കിലൂടെ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ ടെക്നിക്സ് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് യൂസ് ചെയ്ത്
മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എല്ലാ മനുഷ്യർക്കും, മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒരു ദിവസത്തിൽ 1-2 വട്ടമെങ്കിലും എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. സോ ഫോക്കസ് യുവർ സ്റ്റഡി. അതുപോലെ തന്നെ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാൻ തോന്നുന്ന സമയത്ത് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അതിനെ നോട്ടീസ് ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും അതിനൊക്കെ കഴിയട്ടെ എന്ന് പറയുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.